ഹേ ഗൈസ്, അപ്പോൾ രാവിലെയായിട്ട് നമ്മളൊന്ന് കവലയ്ക്ക് പോകാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് നമ്മുടെ വണ്ടിയെ ഫുള്ള് ചെളിയിരിക്കുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയേക്കാൻ കരുതി ഇരുന്നപ്പോൾ എന്താണ്ട് സ്വന്തം അവകാശം പോലെ എത്തി ഇങ്ങനെ കയറി വരുന്നത്. ആരുടെ പട്ടിയാന്ന് പോലും നമുക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് കുറച്ച് ലോഡ് കയറ്റി വിടാൻ വേണ്ടി ഒന്ന് വർക്ക്ഷോപ്പിൽ വരെ വന്നതാണ് കേട്ടോ. വർക്ക്ഷോപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ അച്ചുകൂട്ടൻ ആ ചേട്ടൻ്റെ കൂടെ ഒന്ന് പോയിട്ട് വരാൻ പറഞ്ഞേ. അങ്ങനെ നമ്മളിപ്പോൾ പാലായിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കറക്റ്റ് പ്ലേസ് എന്ന് പറയുവാണെങ്കിൽ പാലയല്ല കേട്ടോ. പാല കഴിഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ പോകണം കിടങ്ങൂരാണ്. അത്ര ഭയങ്കര ബോറായിരിക്കും എന്നാണ് ഞാൻ കരുതിയത് കേട്ടോ. പക്ഷേ നമ്മുടെ കൂടെയുള്ള ചേട്ടൻ നല്ല കമ്പനിയായിരുന്നു. ചേട്ടൻ്റെ പേര് ബിജു എന്നാണ് കേട്ടോ. ചേട്ടൻ നല്ലോണം സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങളങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ മിണ്ടി പറഞ്ഞ് അങ്ങ് പോകുമായിരുന്നു. അതുകൊണ്ട് ഒട്ടും ബോറടിച്ചില്ല. പിന്നെ നമ്മുടെ സെൻറ് തോമസ് കോളേജിൻ്റെ ഏരിയയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇതിലേ പോകുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിലോട്ട് വരും കേട്ടോ. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ് നമ്മൾ കിടങ്ങൂരുള്ള സൈറ്റിൽ എത്തിയപ്പം അവിടുത്തെ ഭായിമാരെല്ലാം കൂടെ കട്ടലും കാര്യങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുവാണ്. നമ്മളിതിൽ കൂടേണ്ട ആവശ്യമില്ല, അവർ തന്നെ ഇറക്കിക്കോളും. പിന്നെ ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് മാറിയിരുന്ന് അവർ ഇറക്കുന്നൊക്കെ കണ്ടുകൊണ്ട് നിന്ന് കേട്ടോ. റോഡൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോരുവാണ്. പോരുന്ന വഴിക്കാണെങ്കിൽ ചേട്ടൻ എനിക്ക് ഫുഡൊക്കെ വാങ്ങി തന്നെ കേട്ടോ. ഞാൻ ആകുമെന്ന് പറഞ്ഞാണ് വേണ്ടെന്നേ. എനിക്ക് ഒട്ടും വിശപ്പില്ലായിരുന്നു. അതൊന്നും പറഞ്ഞ പറ്റിയാൽ നീ കൂടെ വരണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോയി കഴിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മുടെ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അടുത്ത ലോഡ് കൊണ്ടുപോകുമ്പോൾ ഞാൻ പോകുന്നില്ല. എനിക്ക് റെക്കോർഡൊക്കെ എഴുതാനുള്ളതുകൊണ്ടേ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് കയറി ഒരു രതീഷിനും കൂടെ കഴിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുവാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പരിപാടികളെ. ഓക്കെ ഗൈസ്, ബൈ.